ഹലോ, എല്ലാവരും നല്ല കുട്ടികളാണോ? നല്ല കുട്ടികളല്ലേ? നമ്മൾ കുറേ മൃഗങ്ങളെ പേര് പഠിച്ചില്ലേ? കുറേ മൃഗങ്ങളെ പേര് പഠിച്ചില്ലേ? ഈ ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം. ഒരിടത്ത് ഒരു മല്ലനും മാധവനും ആരായിരുന്നു മല്ലനും മാധവനും? കൂട്ടുകാരായിരുന്നല്ലേ? ആരായിരുന്നു? കൂട്ടുകാരായിരുന്നല്ലേ? ഒരു ദിവസം മല്ലൻ മാധവന്റെ അടുത്ത് എന്താ പറഞ്ഞത്? നമുക്ക് കാട്ടിലൂടെ ഒരു യാത്ര പോകുമെന്ന് തോന്നുന്നല്ലേ? അപ്പൊ മാധവ പറഞ്ഞ്, അയ്യോ എനിക്ക് പേടിയാണ് കാട്ടിലൂടെ യാത്ര പോവാന് അല്ലേ? അമ്പാടി കാട്ടിലൂടെ യാത്ര പോവാൻ എനിക്ക് പേടിയാണ്. കാട്ടിൽ എന്താ ഉള്ളത്? കുറേ മൃഗങ്ങളുണ്ടല്ലേ? കാട്ടില് ഇതെന്താണ്? ആന. ഇതെന്താണ്? കുറുക്കൻ. ഇതെന്താണ്? സിംഹം അല്ലേ? ഇത് കരടി. അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട് കാട്ടിലല്ലേ? എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോ മല്ലൻ പറഞ്ഞു, ഈ മല്ലനുണ്ടാകുമ്പോ നീ എന്തിനാ പേടിക്കണേ? ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുമല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞല്ലേ? മല്ലന്റെ വാക്ക് കേട്ട് മല്ലനും മാധവനും ഇങ്ങനെ കാട്ടിലൂടെ കളിച്ച് രക്ഷിച്ചിങ്ങനെ പോകുമ്പോഴാണ് അമ്മേ ഒരു കരടി വരുന്നില്ലേ? കരടിനെ കണ്ടല്ലോ. ഇതാണ് കരടി, കണ്ടോ? ഇതാ ഈ കരടി ഇങ്ങനെ വരിക. മല്ലനും മാധവനോന്ന് പേടിച്ചു അല്ലേ? മല്ലൻ എന്താ ചെയ്തറിയോ? വേഗം മരത്തിന്റെ മുകളില് കയറി. മാധവന് മരം കയറാൻ അറിയോ? ഇല്ല, മാധവൻ പാവല്ലേ, മാധവന് മരം കയറാൻ അറിയില്ല. കരടി ഇങ്ങനെ നടന്നു വരുമ്പോഴേ മാധവൻ എന്ത് ചെയ്തറിയോ? മാധവന് പണ്ട് മുത്തശ്ശി പറഞ്ഞൊരു കഥ ഓർത്ത് മാധവൻ ഒരൊറ്റ വീഴ്ച കൊണ്ട് വീണിട്ട് ശവം പോലെ ശ്വാസം ഇല്ലാതെ കിടന്നു അല്ലേ? ശ്വാസം ഇങ്ങനെ പിടിച്ചിങ്ങനെ തറയിൽ കിടന്നു. കരടി ഇങ്ങനെ നടന്ന് വന്നിട്ട് എന്ത് ചെയ്തറിയോ? മാധവനെ കാൽ മുതലേ ദേഹമാകെ എന്ത് ചെയ്തു? എങ്ങനെ മണത്തു നോക്കി. എങ്ങനെയാ മണത്തത്? അങ്ങനെ മണത്തില്ലേ? എണീക്കില്ല. എങ്ങനെ മണത്തുന്നേ? അങ്ങനെ മണത്ത് നോക്കില്ലേ? ഇതൊക്കെ കണ്ടിട്ട് ആരാണ് നോക്കി നിൽക്കണേ? ആരും നോക്കി നിൽക്കണേ? മല്ലനെല്ലാം കണ്ട് മരത്തിന്റെ മുകളിൽ നോക്കി നിൽക്കുകയല്ലേ? അങ്ങനെ കരടി തിരിച്ചു പോയപ്പോ മല്ലൻ എന്ത് ചെയ്തു? മാധവന്റെ അടുത്ത് ചോദിച്ചു, അല്ല കൂട്ടുകാരാ, എന്താണ് കരടി നിന്റെ ചെവിയിൽ ഒരു മന്ത്രം ഓതിയത് അല്ലേ? അപ്പോ മാധവൻ പറഞ്ഞ്, കരടി എന്താ എന്റെ ചെവിയിൽ മന്ത്രം ഓതിയ അറിയോ? മാധവൻ മെല്ലെ കള്ളം പറഞ്ഞു മല്ലന്റെ അടുത്ത്. കരടി എന്റെ ചെവിയിൽ എന്താ മന്ത്രം ഓതിയതറിയോ? ആപത്തിൽ പെടുമ്പോ സഹായിക്കാത്ത കൂട്ടുകാരെ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകൂടാൻ പാടില്ലല്ലേ? ആപത്തിൽ പെടുമ്പോ സഹായിക്കാത്ത കൂട്ടുകാരെ കൂട്ടത്തില് കൂട്ടുകൂടാൻ പാടില്ല എന്നാ പറഞ്ഞല്ലേ? കൂട്ടുകൂടാൻ പാടില്ല അങ്ങനെയുള്ള കൂട്ടുകാരെ അടുത്ത് ഇല്ല അല്ലേ? അപ്പൊ കഥ ഇഷ്ടമായോ? അപ്പൊ ഈ കഥയില് ഗുണപാഠം എന്താണ്? ആപത്തിൽ പെടുമ്പോ സഹായിക്കാത്ത കൂട്ടുകാരെ കൂട്ടത്തില് കൂട്ടുകൂടരുതല്ലേ? കൂട്ടുകൂടാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ കഥ ഇഷ്ടായില്ലേ?